വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. നിങ്ങൾ ഫുള്ള് കാണാണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്ത് പോരുത്, കാരണം ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പനിയൊക്കെ മാറി വളരെ ഫ്രഷ് ആയിട്ട് ബാക്ക് ടു വർക്ക് എത്തിയിട്ടുണ്ട് ഓഫീസിൽ. ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ്. ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ടൈം ഹൗസ് ഒമാൻ ഒരു ഗിവ് വേയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു വ്ളോഗറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റും ഒരു ലൈക്കും ഫോളോയും ചെയ്തിട്ട് പോയി. കാരണം ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഒരുപാട് ഗിവ് വേയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മെസ്സേജ് വന്നു, നിങ്ങളാണ് വിന്നർ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്നിട്ട് ഗിഫ്റ്റ് കളക്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് വെറുതെ കിട്ടുന്നത് എന്തെങ്കിലും ആവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, എന്ത് സമ്മാനവും നമ്മളത് സ്വീകരിക്കണം. നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അത് ഒരു പക്ഷേ ഭയങ്കര എക്സ്പെൻസീവായിട്ടും കുറച്ച് വർത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു അവസ്ഥ? ഭയങ്കര സന്തോഷം തോന്നൂലേ? അങ്ങനത്തെ ഒരു മൊമെന്റ്സ് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഞാനവിടെ ചെന്നു, അവരെ കണ്ടു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗിഫ്റ്റിൻ്റെ അടുത്ത് പോയി ഗിഫ്റ്റ് ഇങ്ങനെ കണ്ടു, ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ പടച്ചോനെ, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ച് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ആ വാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആ വാച്ച് എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ടൈം ഹൗസിൻ്റെ ബോക്സിൽ എനിക്ക് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ സെൻസിഞ്ചർ എന്നുള്ള ഒരു ബ്രാൻഡാണ്. എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് US ബ്രാൻഡാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൻ്റെ അകത്തെ വാച്ച് നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, തുറക്കണം. വാച്ചിൻ്റെ സൈഡ് പോർഷൻസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വാച്ച്. ഇതിൻ്റെ കുറേ ടെക്നിക്കൽ സൈഡൊക്കെ ഉണ്ട്, വലിയ നോളേജ് ഇല്ല. അത് കയ്യിലിട്ടാൽ ഇത് വർക്ക് ആകുമെന്നൊക്കെയാണ് ഒരു ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ കൈയിൻ്റെ ഷേക്കിനനുസരിച്ച് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഷേക്ക് ആകുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. നമുക്കിതൊന്ന് ഇത് ഇറങ്ങി വാമോനെ. ഞാനിത് ഇങ്ങനെ ഇളക്കി എടുക്കാണ്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 2 കൊല്ലത്തെ വാറണ്ടിയുള്ള ഒരു വാച്ചാണ്. സെൻസറിൻ്റെ ഹൗസ് ഒമാൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ വാച്ചസ് ഉണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ അടിപൊളി സാധനങ്ങളുണ്ട്. ഞാനിത് കണ്ടിട്ട് ഞെട്ടി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര എക്സ്പെൻസീവുള്ള ഒരു വാച്ച് ധരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കി നോക്കിയേ, എന്ത് ക്വാളിറ്റിയാണ്. ആ ഒരു ഫിനിഷിങ്ങൊക്കെ ആ ഒരു എന്താണ്, ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് അവിടെ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് A to Z കാണാൻ പറ്റും. നോക്കിയാൽ പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. എനിക്കിഷ്ടമുള്ള കളറാണ്. ഈ വാച്ച് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഹൗസിലേക്ക് നേരെ വിട്ടോ. അവർക്ക് കുറേ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ടൈം ഹൗസ് ഒമാൻ്റെ ഷോപ്പുകൾ ഒരുപാട് അവന്യൂസ് മാളിലും ഓഫ് മസ്കറ്റിലൊക്കെ ഉണ്ട്.